ഞാൻ ചാമി, ഗോവിന്ദചാമി, നിങ്ങളുടെ സ്വന്തം ഗോവിന്ദചാമി. ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ നികുതി പണം കൊണ്ടാണല്ലോ ഞാനിങ്ങനെ തടിച്ച് കൊഴുത്ത് വീർത്ത് സുന്ദര കുട്ടമായി നിൽക്കുന്നത്. അല്ലടോ പറഞ്ഞ ശരിയല്ല. ജയിലിൽ കൊണ്ടുപോയപ്പോ കൊലപാടല് പോലത്തെ ചെങ്ങായിനി തിരിച്ചു വന്നത് ഷാറൂഖ് ഖാൻ ഇട്ടില്ലേ? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ആൾക്കൂട്ടക്കൊലയും ഏറ്റുമുട്ടൽ കൊലയെല്ലാം ന്യായീകരിക്കുന്നത്. എന്ത് വർത്താനം പറയണത്? ഇവിടെ അത്ര ശക്തമായ നിയമവും നിയമ സംവിധാനം ഉണ്ടായി ന്യായീകരിക്കുക. ചാമി ജയിലിൽ ചാടിയത് കാര്യത്തിലേക്കാ. അവിടുന്ന് ഓരോ നാട്ടുകാർ പൊക്കിപ്പോ ജയിലിൽ തന്നെ കൊണ്ടിട്ടിട്ട്. ഇതാണ് നമ്മൾ പറയണത്. നിയമത്തിന്റെയും നിയമപാലകരുടെയും കണ്ണിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടാലും സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ചോറുണ്ടോന്നല്ല, നിങ്ങൾ രാത്രിയിൽ കഥക്കും കുറ്റിയിട്ട് കിടന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ കഥയ്ക്ക് ആരെങ്കിലും വന്ന് ഇങ്ങനെ മുട്ടാറുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ടല്ലേ? ഇതിന് നമ്മുടെ ഭാഷയിൽ പറയുന്നത് തമാശ കളിക്കുക, ശല്യം ചെയ്യുക എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ ചില സിനിമാക്കാർ ഇതിന് പറയുന്ന പേരെന്തറിയോ? അഡ്ജസ്റ്റ്മെന്റ്. അതായത് സിനിമയിൽ താരറാണിയാവാനുള്ളൊരു ചെറിയ നീക്കുപോക്ക്. വേണ്ട, എനിക്ക് ആ നീക്കുപോക്ക് വെച്ച് സിനിമ അഭിനയിക്കണ്ട. അങ്ങനെ പറയരുത്. സിനിമ ഇന്നേതൊരാളും എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല. ഈ താരത്തിളക്കം ആഗ്രഹിക്കാത്ത മനുഷ്യർ ഇന്ന് ഭൂമിയിൽ വിരളമാണ്. അതുകൊണ്ടായിരിക്കാം എന്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താണെങ്കിലും ചിലരെങ്കിലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. പറയും, നമുക്കൊരു മഞ്ജു വാര്യരും ഐശ്വര്യറായി മാത്രം മതി ഇവിടെ പോരാ. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു പുതുപുത്തൻ നായിക ചിഞ്ചറാണി. വേണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. അമ്മേ, അച്ഛ, ഇവിടെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു? ഇവരിത് എന്തൊക്കെ പറയുന്നു? എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. നമസ്കാരം, ഞാൻ സുനി, ട്രൗസർ സുനി. ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിൽ യാതൊരുവിധ കുറ്റബോധവുമില്ലാത്ത ഞാനിതാ ഇരുമ്പുഴിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു. അതും വെറും 20 കൊല്ലത്തെ ശിക്ഷ. അതിൽ 7 കൊല്ലം കഴിഞ്ഞു. ഇനി 13 കൊല്ലം മാത്രം. അതിതാ ദേ പോയി ദാ വന്നു പറയുന്ന പോലെ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 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 കളിക്കുന്നത്. അല്ല, എന്ത് വാർത്താണ് പറയുന്നത്? ഓനെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ധൈര്യം എന്താ നിങ്ങൾക്ക്? 2 പേർക്ക് മദ്യവും കുറച്ച് മയക്കുമരുന്ന് കൊടുത്താണ്ടല്ലോ ആരെ വേണം പോയി വെട്ടിക്കൊല്ലുന്നവരുള്ള ഈ നാട്ടിൽ ഓനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലല്ലോ അത്ഭുതമുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എങ്കിലും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ തെരുവ് നായ. ഞാനാണ് ഇന്ന് ഈ രാജ്യത്തെ പ്രധാന പ്രശ്നം. ചിലർ പറയുന്നു ഞങ്ങൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലെന്ന്. മറ്റു ചിലർ പറയുന്നു ഞങ്ങളെ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്ന്. ഇത് കണ്ടും കേട്ടു നിൽക്കുന്ന നിങ്ങളോടായൊരു ചോദ്യം. നിരവധി ട്രൗസർ സുനികളും ഗോവിന്ദചാമിമാരും ഞാനും അടങ്ങുന്ന ഈ നാട്ടിൽ ആരെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടത്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. നന്ദി, നമസ്തേ.